ഹായ് സ്റ്റുഡൻസ്, SSLC മാത്ത് റിവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് അല്ലെങ്കിൽ സാധ്യതകളുടെ ഗണിതം എന്ന ചാപ്റ്ററിൽ നിന്നും SSLCക്ക് വന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്കറിയാം ഈ ചാപ്റ്ററിൽ നിന്നും മാക്സിമം 2 ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം വരിക. അപ്പം 4 മാർക്കിൻ്റെ ഒരെണ്ണവും പിന്നെ ചിലപ്പോൾ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ വരുന്നതാണ്. അപ്പോൾ ടോട്ടൽ 6 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക്. പക്ഷെ ഇത് നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മാർക്ക് മേടിക്കാനായിട്ട് എളുപ്പമുള്ള ഒരു ഭാഗമാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ഞാൻ വായിക്കുന്നത് 2019 SSLCക്ക് വന്ന ക്വസ്റ്റ്യനാണ്. 14ാമത്തെ ചോദ്യമാണ്. 14ാമത്തെ ചോദ്യം 4 മാർക്കിൻ്റെയാണ്. എന്ന് വായിക്കാം. A box contains some green and blue balls. 7 red balls are put into it. Now the probability of getting a red ball from the box is 7/24 and that of a blue ball is 1/6. A. How many balls are there in the box? How many of them are blue? C. What is the probability of getting a green ball from the box? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ബോക്സിൽ നിന്നുമാണ് നമ്മൾ ഓരോന്നെടുക്കുന്നത് എങ്കിൽ ഏതാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷനായിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുക, ഭിന്നസംഖ്യയായിട്ട്. അവിടെ ഛേദത്തിൽ വരുന്നത് ആ ബോക്സിൽ ആകെ എത്ര എണ്ണമുണ്ട്, ആ ഗ്രാൻഡ് ടോട്ടലായിട്ടുള്ള എത്ര എണ്ണമുണ്ടോ അതാണ് നമ്മൾ താഴെ എഴുതുക. മേളിൽ നമ്മൾ അംശമായിട്ട് വരിക. അതെന്താണ് മേളിൽ വരുന്നത്? നമുക്ക് ഏതാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ എണ്ണമാണ്. ഉദാഹരണം നമുക്ക് ഇവിടെയാണെങ്കിൽ റെഡ് ബോൾസ് ആണ് വേണ്ടതെങ്കിൽ റെഡ് ബോൾസ് എത്ര എണ്ണമുണ്ട് അതിൻ്റെ എണ്ണമാണ് മേളിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ആകെയുള്ളത് താഴെയും നമുക്ക് വേണ്ട അവയുടെ എണ്ണം മേലിൽ മാറ്റി കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രോബബിലിറ്റി ആകും അല്ലെങ്കിൽ സാധ്യതയാകും. നമുക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, നമ്മുടെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്ത് ഗ്രീൻ ബോൾസും ഉണ്ട്, കുറേ ബ്ലൂ ബോൾസും കിടപ്പുണ്ട്. നമുക്ക് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി അതിനകത്തേക്ക് എന്ത് ചെയ്യുകയാണ്? 7 റെഡ് ബോൾസ് നമ്മൾ ഇട്ടിരിക്കുകയാണ്. റെഡ് ബോൾസ് 7 എണ്ണമുണ്ട്. നമുക്ക് ഇത്രയും അറിയാവുള്ളൂ, റെഡ് ബോൾസ് എണ്ണം മാത്രമേ അറിയാവുള്ളൂ. പിന്നെ ബാക്കി വേറെ കുറേ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ. ഇപ്പോൾ ഇവിടെ നിന്നും ഒരു റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 7/24 ആണ്. പിന്നെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബോൾ, ഇവിടെ നിന്നും ഒരു ബ്ലൂ ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/6 ആണ്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ബാക്കി ഓരോന്നേരം കണ്ടുപിടിക്കണം. ഹൗ മെനി ബോൾസ് ആർ ദെയർ ഇൻ ദ ബോക്സ്. അപ്പം ഈ ബോക്സിനകത്തുള്ള ടോട്ടൽ എണ്ണം നമുക്ക് കണ്ടുപിടിക്കണം, എത്ര എണ്ണം ഉണ്ട് എന്ന്. അപ്പോൾ നമുക്ക് അതിന് ചെയ്യേണ്ടതാണ്, നമ്മൾ ആദ്യം തന്നിരിക്കുന്നത് എടുക്കാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഈസ് എത്രയാണ്? 7/24 ആണ്. നമുക്കിവിടെ റെഡ് ബോളിൻ്റെ നമുക്ക് എണ്ണം അറിയാം, 7 എണ്ണമുണ്ട്. ആ 7 എണ്ണത്തിൽ നിന്നുമാണ് ഒരെണ്ണം എടുക്കുന്നത്. ഇനി നമുക്കിവിടെ നമുക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ താഴെ വരുന്ന ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കണം? ഇവിടെയുള്ള ഗ്രീൻ ബോൾസിൻ്റെയും ബ്ലൂ ബോൾസിൻ്റെയും റെഡ് ബോൾസിൻ്റെയും ടോട്ടലായിരിക്കണം. ആകെയുള്ള ബോളുകളുടെ എണ്ണമാണ് താഴെ കൊടുക്കേണ്ടത്. മേൽ വരുന്നതാണ് ആ റെഡ് ബോൾസിൻ്റെ എണ്ണമാണ്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ റെഡ് ബോൾസിൻ്റെ എണ്ണം 7 ആണ്. ആ 7 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ താഴെ വരുന്ന സംഖ്യ എന്തായിരിക്കണം? ആ ടോട്ടലായിരിക്കണം. കാരണം അതിനെ എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് വേറെ മാറിയിട്ടില്ല. ഈ 7 അല്ല, അതിനേക്കാൾ ചെറിയ സംഖ്യ ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നു? അത് നമുക്ക് കോമൺ ആയിട്ടുള്ള കോമൺ ഫാക്ടേഴ്സ് കളഞ്ഞിട്ടുള്ള സംഖ്യ ആയിരിക്കണം. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലാത്തത് കൊണ്ട് ടോട്ടൽ നമുക്ക് എത്ര എടുക്കാം? 24 നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് റെഡ് ബോൾസ് ബൈ ടോട്ടലാണ്. അപ്പം നമുക്ക് നമ്പർ ഓഫ് റെഡ് ബോൾസ് ബൈ ടോട്ടൽ ബോൾസ് ഈസ് ഈക്വൽ ടു എന്താണ്? ഒരു റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ്. അതെന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? 7/24 ആണ്. അപ്പം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റെഡ് ബോൾസ് ബൈ ടോട്ടൽ ബോൾസ് ആണ്. പക്ഷെ നമുക്ക് തന്നിട്ടുണ്ട് 7/24 ആണ്. ഇനി അത് നമ്പർ ഓഫ് റെഡ് ബോൾസ് എത്രയാണ്? 7 ആണ്. അപ്പോൾ നമുക്ക് ഈ റെഡ് ബോൾസ് ആണ് 7 കൊടുക്കാം. സോ 7 ബൈ ടോട്ടൽ ബോൾസ് ഈസ് ഈക്വൽ ടു 7
24. അപ്പോൾ നമുക്ക് 7 ഒരുപോലെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോട്ടൽ ബോൾ എന്തായിരിക്കണം, 24 ആയിരിക്കണം. Therefore total balls is equal to 24. അപ്പോൾ നമ്മൾ ടോട്ടൽ ബോൾസ് അപ്പോൾ നമ്മുടെ ബി പാർട്ടിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ടോട്ടൽ ബോൾസ് എത്രയാണ്, 24 ആണ്. അതിനകത്ത് ആകെ 24 ബോൾസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി അതിനകത്ത് 7 എന്താണ്, റെഡ് ബോൾസ് ആണ്. അപ്പോൾ ബ്ലൂവും ഗ്രീനും എത്രയുണ്ട്, ബാക്കി 24ൽ നിന്നും 7 കുറയ്ക്കുന്നതാണ് ബാക്കിയുള്ള ബ്ലൂവും ഗ്രീനും. ഇനി നമുക്ക് നോക്കാം, നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ബി എന്നാണ്, ഹൗ മെനി ഓഫ് ദം ആർ ബ്ലൂ, ബ്ലൂവിൻ്റെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് വേറൊരെണ്ണം തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബോൾ എത്രയാണ്, 1/6 ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ബ്ലൂ ബോൾ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി എങ്ങനെയാണ് ചെയ്യുക, നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്, അത് ഈക്വൽ എത്രയാണ് കിട്ടും, 1/6 എന്ന് കിട്ടും. അവിടെ നമുക്ക് ടോട്ടൽ ബോൾസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അവിടെ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് കണ്ടുപിടിക്കാം. നമുക്ക് എഴുതാം, സോ നമ്പർ ഓഫ് blue balls by total balls is equal to എന്താണ്, ബ്ലൂ ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് തന്നിട്ടുണ്ട്, 1/6 ആണ്. സോ നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് ബൈ ടോട്ടൽ ബോൾസ് ഇസ് 1/6. ഇവിടെ ടോട്ടൽ ബോൾസ് നമുക്ക് അപ്പോൾ കണ്ടുപിടിച്ചായിരുന്നു 24 ആണ്, അത് നമുക്ക് ഇവിടെ കൊടുക്കാം. സോ നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് ബൈ 24 is equal to 1/6. അപ്പോൾ ഇനി നമുക്ക് നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ 24 നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. 24 ഇവിടെ ഡിവൈഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ്, അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യാൻ വരും, മൾട്ടിപ്ലൈ ചെയ്യാൻ വരും. Therefore number of blue balls is equal to 1/6 into 24. 1/6 into 24. പിന്നെ 6ഉം 24 വെട്ടി എത്ര, 6 times 4 24 ആണ്. ഈ ബാക്കി 4 times 1 equal to 4. സോ നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് എത്രയാണ്, 4 ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബിയുടെ ആൻസറായി. പിന്നെ സി പാർട്ടിലേക്ക് പോകാം. സി എന്താണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ ബോൾ ഫ്രം ദ ബോക്സ്. ഇവിടുന്ന് ഗ്രീൻ ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ്. നമുക്ക് എഴുതാം, സോ പ്രോബബിലിറ്റി ഓഫ് getting a green ball എന്ന് പറയുമ്പോൾ എത്രയാണ്, നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്. നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ് ബൈ ടോട്ടൽ ബോൾസ്. സോ നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ് ബൈ ടോട്ടൽ ബോൾസ്. സോ ഈക്വൽ ടു ഈ നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ് എത്രയാണെന്ന് നോക്കിയേ. നമുക്കറിയാം ഇതിനകത്ത് ടോട്ടൽ ബോൾസ് 24 ആണ്. അപ്പോൾ അതിനകത്ത് ബ്ലൂ ബോൾസ് എത്രയുണ്ട്, 4 എണ്ണമുണ്ട്. റെഡ് ബോൾസ് 7 ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് എന്തായിരിക്കണം, ഗ്രീൻ ബോളാണ്. അപ്പോൾ ഗ്രീൻ ബോൾ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, 24ൽ നിന്നും ഇത് രണ്ടും ആഡ് ചെയ്ത് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 24 - 7 + 4 11. അപ്പം 11 ആണ്. ഗ്രീനും ബ്ലൂവും വരുമ്പോൾ 11 വരും. അത് ബാക്കിയുള്ളത് ഇത് വരും, ഗ്രീൻ ആവും. സോ 3 4, അപ്പോൾ എത്ര കിട്ടും, 13. സോ 13 ബൈ ടോട്ടൽ ബോൾസ് എത്രയാണ്, 24. അപ്പോൾ നമുക്ക് 13 ബൈ 24. അപ്പോൾ നമ്മുടെ സി പാർട്ടിൻ്റെയും ആൻസറായി. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ഭാഗമാണ്. എപ്പോഴും ഇത് ഓർത്തിരിക്കുക, നമ്പർ ഓഫ് നമുക്ക് വേണ്ട ബോളുകളുടെ എണ്ണം ബൈ ടോട്ടൽ. ഇപ്പോൾ ഇവിടെ ടോട്ടലാണ്, ഒരു ബോക്സേ ഉള്ളൂ, അതിനകത്ത് ആകെ എത്ര ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അത് താഴെ എപ്പോഴും എഴുതുക. ഇനി ഏതിൻ്റെയാണോ പ്രോബബിലിറ്റി കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ എണ്ണം മെയിലും എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ പ്രോബബിലിറ്റി കിട്ടും. നമ്മുടെ 2018 SSLCക്ക് വന്ന ക്വസ്റ്റ്യനാണ്. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, 2 മാർക്കിൻ്റെയാണ്. അന്ന് 2018 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, 2 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ഉണ്ട്. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. The letters of the word Malayalam are written in paper slip and put it into a box. A child is asked to take one slip from the box without looking. A. What is the probability of getting the letter A? B. What is the probability of not getting A? നമ്മളുടെ ക്വസ്റ്റ്യൻ നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, അപ്പം വേർഡ് മലയാളം
എന്ന ഈ വാക്ക് അതിൻ്റെ അക്ഷരങ്ങൾ എം എ എൽ എ ഇതെല്ലാം കൂടെ മുറിച്ച് എന്ത് ചെയ്യാണ്, ഒരു പേപ്പർ സ്ലിപ്പ് ആയിക്കൊണ്ട് ഒരു ബോക്സിലേക്ക് ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം ആ ബോക്സിൽ നിന്നും നമ്മളൊരു ഒരു പേപ്പർ സ്ലിപ്പ് എടുക്കുകയാണ്. ആ പേപ്പർ സ്ലിപ്പ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ലെറ്റർ എ. അതിൽ എ എന്ന ലെറ്റർ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ഒരു ബോക്സിലേക്ക് ഇട്ടിരിക്കുകയാണ്, അവിടെ നിന്ന് ഒരെണ്ണം എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും പ്രോബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് വേണ്ടതെന്താണ്, ആ ബോക്സിൽ ആകെ എത്ര എണ്ണമുണ്ട്. ഇവിടെ എന്താ ലെറ്റേഴ്സാണ് മുറിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ആകെ എത്ര ലെറ്റേഴ്സാണ്, എത്ര പീസുകളുണ്ട്, അവിടെ എത്ര പേപ്പർ കഷ്ണങ്ങളുണ്ട്, അതാണ് താഴെ എഴുതേണ്ടത്. മേളിൽ വരേണ്ടത് എന്താണ്, നമുക്ക് വേണ്ട ലെറ്റർ നോക്കുക എ, അതിൻ്റെ എത്ര പീസുകളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 1 2 3 4 എണ്ണമുണ്ട് എ. അപ്പം 4 പീസുകൾ ഏതാണ്, എ എന്ന ലെറ്ററാണ്. ഇനി അതിനകത്ത് ടോട്ടൽ എത്ര പീസുകളുണ്ട്, ഇവിടെ നോക്കാം 1 2 3 4 5 6 7 8 9 പീസുകളുണ്ട് അല്ലേ. ഇപ്പോൾ 9 അക്ഷരങ്ങളുണ്ട് മലയാളം എന്ന വാക്കിൽ, MALAYALA. അപ്പോൾ 1 2 3 4 5 6 7 8 9 എണ്ണം. ഈ 9 എണ്ണത്തിൽ എത്ര എണ്ണമാണ് എ വരുന്നത്, 1 2 3 4 എണ്ണം. അപ്പോൾ ആ പ്രോബിലിറ്റി എന്തായിരിക്കും, 9ൽ 4 അല്ലെങ്കിൽ 4/9. ഔട്ട് ഓഫ് 9ൽ 4 എണ്ണമാണ് എ. അപ്പോൾ നമുക്ക് 4/9 ആയിരിക്കും അതിൻ്റെ പ്രോബിലിറ്റി. അതുകൊണ്ട് നമുക്കതിന് ചെയ്യാനുള്ളൂ. അപ്പോൾ ടോട്ടൽ നമ്പർ എടുക്കുക, നമുക്ക് വേണ്ട ലെറ്റേഴ്സിൻ്റെ എണ്ണം മേളിൽ എഴുതുക. അപ്പോൾ നമുക്ക് എടുക്കാം പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ലെറ്റർ എ ഈസ് ഈക്വൽ ടു, അതിന് ടോട്ടൽ നമ്മൾ എഴുതാം. ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇത് എണ്ണി നോക്കുക, 2 3 4 5 6 7 8 9. ഇനി നമുക്ക് വേണ്ട ലെറ്റർ എ ആണ്. അപ്പോൾ എ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക, 1 2 3 4 എ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4/9. അത്രേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കിയാൽ എൻ്റെ ബി പാർട്ട് എന്നാണ്, പ്രോബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ. എ കിട്ടാതിരിക്കാനുള്ള സാധ്യത പ്രോബിലിറ്റി എന്താണ്. എ കിട്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ ബാക്കി എത്ര ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ എ ഇല്ലാത്ത എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കുക, അത് മേളിൽ എഴുതുക. എപ്പോഴും ടോട്ടൽ താഴെയും എഴുതുക. അപ്പോൾ നമുക്ക് എന്തെടുക്കാം, 9 നമുക്ക് താഴെ എഴുതണം. അപ്പോൾ അവിടെ എത്രയാണ്, 9 ലെറ്റേഴ്സ് ഉണ്ട്. ആ 9 ലെറ്റേഴ്സിൽ 4 എണ്ണമാണ് എ, ബാക്കി മിച്ചം എത്ര എണ്ണം ഉണ്ടാകും, 5 എണ്ണത്തിൽ എ ഇല്ല. അപ്പോൾ ആ 9ൽ നിന്നും ഈ 4 കുറയ്ക്കുക, എത്ര കിട്ടും, 9 - 4 എത്രയാണ്, 5. അപ്പം 5/9. അതാണ് നമുക്ക് എന്തൊക്കെ അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുക. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് 14ാമത്തെ ക്വസ്റ്റ്യൻ. എപ്പോഴും ഓർത്തിക്കുക, എല്ലാ വർഷവും 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ചാൻസസ് മാത്ത് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വന്നതാണ്, സാധ്യതകൾ എന്ന ഭാഗത്തു നിന്ന് വന്നതാണ്. 14ാമത്തെ ക്വസ്റ്റ്യനാണ്, ഞാൻ വായിക്കാം. There are 30 scouts and 20 guides in a school. In another school, there are 20 scouts and 15 guides. From each school, one student among them is to be selected for participation in a seminar. Question number A. What is the total number of possible selections? B. What is the probability of both being scouts? C. What is the probability of both being guides? D. What is the probability of one from scout and one from guide? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇതാണ്. ഇവിടെ സ്കൂൾ 1 എഴുതിയിട്ടുണ്ട്, ഇവിടെ സ്കൂൾ 2 ആണ്. ഇപ്പോൾ സ്കൂൾ 1ലുള്ള സ്കൗട്ട് ഗൈഡ്സ് ടോട്ടൽ, ഇപ്പോൾ സ്കൗട്ടിൽ എത്ര പേരുണ്ട്, 30 പേരുണ്ട്. ഗൈഡ്സിൽ 20 പേരുണ്ട്. അങ്ങനെ ടോട്ടൽ എത്ര പേരുണ്ട്, 30ഉം 20ഉം 50 പേര്. ഇനി സ്കൂൾ 2ൽ സ്കൗട്ടുകാർ 20 പേര്, ഗൈഡ്സ് 15 പേരുണ്ട്. അങ്ങനെ ടോട്ടൽ എത്രയുണ്ട്, 35 പേരുണ്ട്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. ഇനി ഇവിടെയെല്ലാം നമുക്ക് എന്ത് ചെയ്യുകയാണ്, ഓരോ സ്കൂളിൽ നിന്നും ഓരോരുത്തരെ വീതം എടുക്കുകയാണ്. ഒരു സ്കൂളിൽ നിന്ന് ഒരാളെ എടുത്തു, ആ ഒരാളെ എടുക്കുമ്പോൾ അയാൾ എവിടെ നിന്നൊക്കെ വരാം, ഒന്നുകിൽ സ്കൗട്ടിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ഗൈഡ്സിൽ നിന്ന് വരാം. അടുത്ത സ്കൂളിൽ നിന്ന് ഇതുപോലെ ഒരാളെ എടുക്കുമ്പോൾ അയാളും എവിടെ നിന്ന് വരാം, ഒന്നുകിൽ സ്കൗട്ടിൽ നിന്നാവാം, അല്ലെങ്കിൽ ഗൈഡ്സിൽ നിന്നാവാം. അപ്പോൾ നമുക്ക് രണ്ടും കൂടി നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ചിലപ്പോൾ ഒരു സ്കൗട്ടും അവിടുത്തെ ഒരു സ്കൗട്ടും ആവാം, ഇവിടുത്തെ ഒരു ഗൈഡും അവിടുത്തെ ഒരു ഗൈഡും ആവാം, അല്ലെങ്കിൽ ഇവിടുത്തെ സ്കൗട്ടും അവിടുത്തെ ഗൈഡും ആവാം, അല്ലെങ്കിൽ ഇവിടുത്തെ ഗൈഡും അവിടുത്തെ സ്കൗട്ടും ആവാം. ഇങ്ങനെ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കുട്ടികളെ നമുക്ക് എടുക്കുമ്പോൾ തിരഞ്ഞെടുക്കാം. അപ്പോൾ പ്രോബിലിറ്റി പല സാധ്യതകളുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സെലക്ഷൻസ്? ഇവിടുന്ന് എടുക്കാവുന്ന പോസിബിൾ ആയിട്ടുള്ള സെലക്ഷൻസ് എത്രയുണ്ട്, എന്തുമാത്രം ഏതെല്ലാം തരത്തിൽ നമുക്ക് ഇവരെ എടുക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ഈ 2 എണ്ണത്തിൽ നിന്നും ഓരോന്ന് വീതം എടുക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻസ്, അപ്പം ആകെ സാധ്യതകൾ, ആകെയുള്ള എണ്ണം, നമുക്ക് എടുക്കാവുന്ന ആകെ എണ്ണം എന്ന് പറയുന്നത്
ഇവിടുത്തെ ടോട്ടൽ എടുക്കുക, അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഇവിടുത്തെ 30 എടുക്കുമ്പോൾ 30യും 20യുമായിട്ട് നമുക്ക് 30യും 20 തരത്തിൽ നമുക്ക് എടുക്കാം ഈ 30 പേരെ. അതുപോലെ ഈ 30 പേരെ 15 തരത്തിലെടുക്കാം, പിന്നെ 20 തരത്തിലെടുക്കാം, 20 പേരെ 15 തരത്തിലെടുക്കാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ടോട്ടൽ എണ്ണം കിട്ടുക. അങ്ങനെ എടുക്കുന്നതിന് പകരം നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ടോട്ടൽ എണ്ണത്തെ ഇവിടുത്തെ ടോട്ടൽ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും തരത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെയും ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സെലക്ഷൻസ്. സോ അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സെലക്ഷൻസ് ഈസ് ഈക്വൽ ടു ഓരോ സ്ഥലത്തെയും ടോട്ടൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 50 × 35. ഇതാണ് നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഒരു പെട്ടിയിൽ നിന്നും ഒരു റെഡ് ബോൾ എടുക്കുന്നു, മറ്റേ പെട്ടിയിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നു, രണ്ടും അങ്ങനെയും വരാം. അങ്ങനെ വരുമ്പോഴും ഒരു പെട്ടിയിൽ ആകെ എത്ര എണ്ണം ഉണ്ടോ അതിനെ മറ്റേ പെട്ടിയിലെ ടോട്ടൽ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എണ്ണം കിട്ടും. അത് ഓർത്തിരിക്കുക. അപ്പോൾ 50 × 35 അത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് കിട്ടും 0 2. സോ 1750 അല്ലേ. ഇതാണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സെലക്ഷൻസ്. ഇത്രയും തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കുട്ടികളെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 1750 ടോട്ടൽ കിട്ടി. ഇനി നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്രോബബിലിറ്റി കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതാണ് എപ്പോഴും എന്ത് വരിക, താഴെയുള്ള ഡിനോമിനേറ്റർ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ബിയിലേക്ക് പോകാം. ബി ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് സ്കൗട്ട്സ്. നമുക്ക് രണ്ടും സ്കൗട്ട്, അതായത് ഒരു സ്കൂളിലെ സ്കൗട്ട് അവിടുത്തെ സ്കൗട്ട് തന്നെയായിരിക്കണം. അപ്പോൾ 2 പേരും സ്കൗട്ടിൽ നിന്നാവണം. അതിനുള്ള പ്രോബബിലിറ്റി സാധ്യത എന്ന് മാത്രമാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതാണ്, എങ്ങനെയൊക്കെ വരാം, ഇവിടുത്തെ സ്കൗട്ടും ഇവിടെ സ്കൗട്ടും വരും. നാളെ എന്ത് ചെയ്യത്തുള്ളൂ, 2 പേരെ സ്കൗട്ട് ആവത്തുള്ളൂ. ഇവിടെ 30 പേരുണ്ട്, ഇവിടെ 20 പേരുണ്ട്. അപ്പോൾ 30 പേരെ എത്ര തരത്തിലെടുക്കാം, 20 തരത്തിലെടുക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരാളെ, ഇവിടുത്തെ ആദ്യത്തെ ആൾ, ആദ്യത്തെ ആൾ, രണ്ടാമത്തെ ആൾ, മൂന്നാമത്തെ ആൾ, അങ്ങനെ നമുക്ക് എടുക്കാം. പിന്നെ രണ്ടാമത്തെ എടുക്കാം, രണ്ടാമത്തത്, ഒന്നാമത്, അങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെയും ഈ സ്കൗട്ടും വരാനുള്ള ആ ടോട്ടൽ അതിൻ്റെ സെലക്ഷൻസ് എത്ര എണ്ണം ഉണ്ടാവും, അതിൻ്റെ ഇവിടുത്തെ സ്കൗട്ടിൻ്റെ എണ്ണം നോക്കുക, ഇവിടുത്തെ സ്കൗട്ടിൻ്റെ എണ്ണം നോക്കുക, അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായിരിക്കും ആ സ്കൗട്ടുകളുടെ പോസിബിൾ സെലക്ഷൻസ്. അതാണ് നമുക്ക് മേളിൽ നോമിനേറ്ററിൽ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം ആദ്യം നമ്പർ ഓഫ് പോസിബിൾ സെലക്ഷൻസ് ഓഫ് ബോത്ത് ബീയിങ് സ്കൗട്ട്. ഇപ്പോൾ രണ്ടുപേരും സ്കൗട്ട് ആവാനുള്ള പോസിബിൾ എത്ര തരത്തിലെടുക്കാം എന്നുള്ളതാണ്. ആ 2 പേരും ഈ സ്കൗട്ടിൽ നിന്നും ആകാനുള്ള എത്ര തരത്തിൽ സെലക്ഷൻസ് എത്ര എണ്ണമുണ്ട്, 30 × 20. ഇവിടുത്തെ എണ്ണത്തെ അവിടുത്തെ സ്കൗട്ടുകളുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഈക്വൽ ടു എത്രയാണ്, 600 തരത്തിൽ നമുക്ക് എടുക്കാം. അല്ല, 2 പേരും സ്കൗട്ടാവും. അപ്പോൾ നമുക്കിതിനകത്ത് ഈ ടോട്ടൽ പോസിബിൾ സെലക്ഷൻ 1750-നകത്ത് 600 എണ്ണം എങ്ങനെ വരുന്നതാണ്, 2 പേരും സ്കൗട്ടായിട്ട് വരുന്നതാണ്. 2 പേരും പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് സ്കൗട്ട്. ബോത്ത് ബീയിങ് സ്കൗട്ട്സ് ഈക്വൽ ടു 2 പേരും സ്കൗട്ട് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്. അപ്പം സ്കൗട്ടിൻ്റെ എണ്ണം എഴുതുക, 2 പേരും സ്കൗട്ട് ആവാനുള്ള എണ്ണം എത്രയാണ്, 600. അത് മേളിൽ എഴുതുക ബൈ ആകെയുള്ള ടോട്ടൽ എണ്ണം 1750. അതായത് 1750 തരത്തിൽ നമുക്കിവരെ എടുക്കാം. അതിൽ 600 എണ്ണം ആരാണ്, 2 പേരും സ്കൗട്ട് ആവാനുള്ളതാണ്. ഇത് നമുക്കിതിനെ ചെറുതായിട്ട് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അപ്പോൾ 0 കളയാം. നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ സോ 5 × 3 75, 15 to 35. So 12 times 5, 12 by, so equal to 12 by 35. 12 by 35. ഇതാണ് 2 പേരും സ്കൗട്ട് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുക. ഇപ്പോൾ ഓർത്തിരിക്കുക,
ഇത് ടോട്ടൽ എണ്ണം എടുക്കുന്നത് ഇവിടുത്തെ എണ്ണത്തെ രണ്ടാമത്തെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ 2 പേരും സ്കൗട്ട് ആവാനുള്ളത് ഇവിടെ സ്കൗട്ട് എത്രയാണ്? സ്കൗട്ട് വരാൻ പറ്റുള്ളൂ, കാരണം സ്കൗട്ടും ഗൈഡും വരാൻ പറ്റില്ല. അപ്പോൾ സ്കൗട്ടിൻ്റെയും കൂടെ എണ്ണം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അത് മേലെഴുതുക, താഴെ ടോട്ടൽ എണ്ണം എഴുതുക. അപ്പോൾ നമുക്കെന്ത് കിട്ടും? അതിൻ്റെ പ്രോബബിലിറ്റി കിട്ടി. നമുക്ക് അതിൻ്റെ സി പാർട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സിയിലേക്ക് പോകാം. സി പാർട്ട് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗൈഡ്സ്. രണ്ടുപേരും ഗൈഡ്സ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ടോട്ടൽ എണ്ണം നമുക്കറിയാം, ഗ്രാൻഡ് ടോട്ടൽ 1750 ആണ്. അതിനകത്ത് എത്ര എണ്ണം രണ്ടുപേരും ഗൈഡ്സ് ആവുമെന്ന് നോക്കിയാൽ മതി. അത് മേളിൽ എഴുതുക, ഇത് താഴെയും എഴുതുക. ഇനി ഗൈഡ്സ് ആവാന്ന് എങ്ങനെയൊക്കെയാണ്? ഇവിടുന്ന് ഒരു ഗൈഡും അവിടുന്ന് ഒരു ഗൈഡും വന്നാലേ ഉള്ളൂ രണ്ടുപേരും ഗൈഡ്സ് ആവത്തുള്ളൂ. ഇവിടെ ഗൈഡ്സ് 20 ഉണ്ട്, ഇവിടെയും ഗൈഡ്സ് 15 ഉണ്ട്. അപ്പോൾ രണ്ടുപേരും ഗൈഡ്സ് ആവാനുള്ള പോസിബിലിറ്റി ഔട്ട്കംസ് പോസിബിൾ ആയിട്ടുള്ള എത്ര എണ്ണം ഉണ്ടാവും? 20 × 50 ആണ് സെലക്ഷൻസ്. 20 × 15 സെലക്ഷൻസ് ആണുള്ളത്. നമുക്ക് എഴുതാം നമ്പർ ഓഫ് സെലക്ഷൻസ്. ഇതാണ്, ഇങ്ങനെയാണ്. ബോത്ത് ബീയിങ് ഗൈഡ്സ്. സോ രണ്ടുപേരും ഗൈഡ്സ് ആയിട്ട് വരുന്ന സെലക്ഷൻസ് എത്ര എണ്ണമുണ്ട്? അപ്പോൾ ഇവിടുത്തെ ഗൈഡ്സ് എത്രയുണ്ടോ അതിനെ അവിടുത്തെ ഗൈഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അവിടെ 20 ഉണ്ട്. സോ 20 × 15. 20 × 15 സോ ഈക്വൽ ടു എത്രയാണ്? 300. സോ നമുക്ക് 1750 എണ്ണം ആകെ തരത്തിൽ നമുക്ക് ഇവരെ എടുക്കാം കുട്ടികളെ. അതിനകത്ത് 300 എണ്ണം എങ്ങനെയുള്ളവരാണ്? രണ്ടുപേരും ഗൈഡ്സായിട്ട് വരുന്ന രീതിയിലാണ് വരിക, 300 എണ്ണം. അപ്പോൾ നമുക്ക് ഈ രണ്ടുപേരും ഗൈഡ്സ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ 300 മേലെ എഴുതുക, താഴെ എന്തെഴുതുക? ഗ്രാൻഡ് ടോട്ടലായ 1750 എഴുതുക. സോ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗൈഡ്സ്. രണ്ടുപേരും ഗൈഡ്സ് ആവാനുള്ള പ്രോബബിലിറ്റി എങ്ങനെയാണ്? ഇപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ താഴെ ഗ്രാൻഡ് ടോട്ടൽ 1750, മേളിൽ വരുന്നത് 2 ഗൈഡ്സ് ആകുന്ന സെലക്ഷൻസ് എത്ര എണ്ണമുണ്ട്? 300. സോ 300/1750. അത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 0 പോയി. നമുക്കിവിടെ 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 3 × 5 15. പിന്നെ 2 5 പ്രാവശ്യം അല്ലേ? 5 × 5 25. സോ 35. ഇതിനെ നമുക്ക് കിട്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. സോ ഈക്വൽ ടു 6/35. ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടി, ബോത്ത് ബീയിങ് ഗൈഡ്സ്. അപ്പോൾ നമുക്കിനി അടുത്ത ഡിയിലേക്ക് പോകാം. ഈ ഡി എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് 1 ഫ്രം സ്കൗട്ട് ആൻഡ് 1 ഫ്രം ഗൈഡ്. അപ്പം ഒരു സ്കൗട്ടും ഒരു ഗൈഡുമായിട്ട് വരണം. അങ്ങനെ നമുക്ക് പ്രോബബിലിറ്റി എന്താണ്? അതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ആ നമ്പർ ഓഫ് സെലക്ഷൻസ് എടുക്കണം. എത്ര തരത്തിൽ നമുക്ക് ഒരു സ്കൗട്ടും ഒരു ഗൈഡുമായിട്ട് നമുക്ക് എടുക്കാം. അതായത് ഈ 1750 നിന്നും എത്ര എണ്ണം ഒരു സ്കൗട്ടും ഒരു ഗൈഡുമായിട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 1750 നമ്മൾ ഉണ്ടാകെ. അതിനകത്ത് 2 പേരും വരുന്ന എങ്ങനെയാണ്? 600 എണ്ണം സ്കൗട്ട് വരുന്ന 2 പേരും, 300 വരുന്ന 2 ഗൈഡ്സ് വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് മിച്ചം ബാക്കിയുള്ള എന്തായിരിക്കും? ഒരു സ്കൗട്ടും ഒരു ഗൈഡുമായിരിക്കും. അപ്പോൾ ഈ 1750 നിന്നും ഈ 600ഉം 300 ആഡ് ചെയ്ത് എന്ത് ചെയ്താൽ മതി? അതങ്ങ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ഗൈഡും ഒരു സ്കൗട്ടുമായിട്ട് വരുന്നവരുടെ എണ്ണം കിട്ടും. എത്ര തരത്തിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സോ 1750 നിന്നും 600ഉം 300ഉം ആഡ് ചെയ്താൽ 900. സോ 0 5 850. അപ്പോൾ നമുക്ക് അവിടെ 850 സെലക്ഷൻസ് എങ്ങനെയാണ്? ഒരു സ്കൗട്ടും ഒരു ഗൈഡുമായിട്ട് വരുന്നതാണ്. 2 പേരും കൂടി വരുന്നതാണ്, ഒരേപോലെ അല്ലാത്തതാണ്. അപ്പോൾ അത് നമുക്ക് മേളിൽ എഴുതുക, താഴെ ഇത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പ്രോബബിലിറ്റി ആവും. ഇനി ഇതല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നമ്പർ ഓഫ് സെലക്ഷൻസ് ഒരു ഗൈഡും ഒരു സ്കൗട്ടുമാണ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ മതി. അപ്പോൾ അതായത് ഈ സ്കൗട്ടും ഇവിടുത്തെ സ്കൗട്ട് വരാൻ പാടില്ല, ഇവിടുത്തെ സ്കൗട്ട് ഇവിടുത്തെ ഗൈഡുമായിട്ട് വരണം. അപ്പോൾ 30 × 15 ടൈംസ് എടുക്കാം, അതൊരെണ്ണം.
അടുത്തത് എങ്ങനെയാണ് ഇവിടുത്തെ ഗൈഡും ഇവിടുത്തെ സ്കൗട്ടുമായിട്ട്. അപ്പം 20 × 20 ഈ മൾട്ടിപ്ലൈ രണ്ടും കൂടി ആഡ് ചെയ്താലും മതി. അതായത് 30 × 15 നോക്കുക. ഇവിടുത്തെ സ്കൗട്ട് അപ്പുറത്തെ ഗൈഡ് കേട്ടോ. 30 × 15 പ്ലസ് അതിൻ്റെ കൂടെ അടുത്തത് ഇങ്ങനെ എഴുതാം. ഇവിടുത്തെ ഗൈഡും ഇവിടുത്തെ സ്കൗട്ടും എത്രയാണ് 20 × സ്കൗട്ട് എത്രയാണ് 20. അപ്പം ഇങ്ങനെ എടുക്കാൻ പറ്റും. ബാക്കി ഏതൊരു എടുത്താലും നമുക്ക് രണ്ടുപേരും ഒരുപോലെയായിരിക്കും. ഇതും എടുത്താൽ രണ്ടുപേരും ഒരുപോലെയാവും. ഇതും എടുത്താൽ കുഴപ്പമില്ല. ഇതും എടുത്താൽ കുഴപ്പമില്ല. ഇതും എടുത്താലും പറ്റുമോ? ഇല്ല, രണ്ടും ഒരേപോലെയാവും. അപ്പം ഈ തരത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ കിട്ടുന്ന നോക്കി 30 × 15 450, 20 × 20 400. ഇനി 400 + 450 = 850 ആണ് ഈ കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഏതെല്ലാം തരത്തിലാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന പെയർ നോക്കുക, അത് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതെല്ലാം ആഡ് ചെയ്യുക. അതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഗ്രാൻഡ് ടോട്ടലിൽ നിന്നും ഒരുപോലെയുള്ള എത്രയുണ്ടോ അതങ്ങ് സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, നമുക്കിതുപോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെയും ഡി പാർട്ടിൽ നമുക്ക് എഴുതാം. ഇതെന്താണ്? നമ്പർ ഓഫ് സെലക്ഷൻസ് ആണ്. നമ്പർ ഓഫ് സെലക്ഷൻസ് ഏതാണ്? ഓഫ് 1 സ്കൗട്ട് ആൻഡ് 1 ഗൈഡ്. 1 സ്കൗട്ടും 1 ഗൈഡുമായിട്ടുള്ളതിൻ്റെ നമ്പർ ഓഫ് സെലക്ഷൻസ് ആണ് 300 + 15 + 20 × 20. So equal to 450 + 400 is equal to 850. ഇനി നമുക്ക് പ്രോബിലിറ്റി എഴുതാം. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് probability of 1 from scout and 1 from guide is equal to എപ്പോഴും ഗ്രാൻഡ് ടോട്ടൽ എപ്പോഴും താഴെ എഴുതുക 1750. ഈ മേളിൽ എഴുതേണ്ടത് ഇങ്ങനെ വരുന്ന എത്ര എണ്ണമുണ്ട്? 850 ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ 0 കളയാം. 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 × 3 15, 2 25 5 times 35. ഇവിടെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 ടൈംസ് സിസ്റ്റം 3 കിട്ടും, 3 കിട്ടും. 35 17. സോ 17/35. അപ്പോൾ ഇതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ. ABC D പാർട്ടുകൾ. നമുക്കിത് 4 മാർക്കിൻ്റെയാണ്. അപ്പം പ്രത്യേകം ഓർക്കുക, ഇങ്ങനെ നമുക്ക് 2 എണ്ണമായിട്ട് വരുമ്പോഴത്തേക്ക് എപ്പോഴും ഓർത്തിരിക്കുക ടോട്ടൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഈ ടോട്ടലിനെ ഇവിടുത്തെ ടോട്ടൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അത് ഓർത്തിരിക്കുക. പിന്നെ ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കാനായിട്ട് ഇവിടുത്തെ ആ ഓരോ പേരെടുക്കുക. 2 എണ്ണം ഒരുപോലെയാണെങ്കിൽ സ്കൗട്ടാണെങ്കിൽ സ്കൗട്ടിൻ്റെ ഇവിടുത്തെ സ്കൗട്ടിൻ്റെ എണ്ണം മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഗൈഡ്സ് ആണെങ്കിൽ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ആ രീതിയിലൂടെ നമുക്ക് ചെയ്യുക. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2020 SSLCക്ക് വന്ന ക്വസ്റ്റ്യനാണ്. അതായത് കഴിഞ്ഞ വർഷം SSLCക്ക് വന്ന ക്വസ്റ്റ്യനാണ്. 14ാമത്തെ ക്വസ്റ്റ്യനാണ്. വായിക്കാം. In a school, the total number of students in 10A division is equal to the total number of students in 10B. One student is to be selected from each division. Number of boys in 10A is 20. The probability of selecting a boy from 10A is 2/5 and that of from 10B is 3/5. A. How many students are there in 10A? B. What is the probability of selecting a girl from 10A? C. How many boys are there in 10B? C. What is the probability of both the selected students being boys? ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് തന്നെ നമുക്ക് പോകാം. അവിടെയും 10Aയും 10B അവിടെ എഴുതിയിരിക്കുകയാണ്. 10Aയിലുള്ള ബോയ്സിനും ഗേൾസ് ടോട്ടൽ എണ്ണം, 10Bയിലുള്ള ബോയ്സ് ഗേൾസ് ടോട്ടൽ എണ്ണം. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ 2 ഡിവിഷനിലെയും ടോട്ടൽ എണ്ണം സെയിം ആണ്. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം തമ്മിലേ ഉള്ളൂ വ്യത്യാസമുള്ളൂ. ഇനി നമുക്കൊരു 10Aയിലെ ബോയ്സിൻ്റെ എണ്ണം പറഞ്ഞിട്ടുണ്ട് 20 ആണ്. അടുത്ത് നമുക്ക് തന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് ഫ്രം 10A. അപ്പോൾ 10Aയിൽ നിന്നും ഒരു ബോയെ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/5 ആണ്. അപ്പോൾ നമുക്കവിടെ 10Aയിൽ നിന്നും എടുക്കുന്നത്. അപ്പോൾ 10Aയിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വേണം താഴെ വരാനായിട്ട്.
10A നമുക്ക് ബോയിയെ കിട്ടേണ്ടത്. അപ്പം ബോയ്സിൻ്റെ എണ്ണം വേണം മേൽ വരാനായിട്ട്. അപ്പം ബോയ്സിൻ്റെ എണ്ണം ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 10A അതാണ് 2/5 എന്ന് പറയുക. അപ്പോൾ നമുക്ക് അതിനകത്ത് ബോയ്സിൻ്റെ എണ്ണം അറിയാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എടുക്കാം ആദ്യം പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് ഫ്രം 10A 2/5. അപ്പോൾ നമുക്ക് ഈ 2/5 നമുക്ക് എയുടെ ആൻസറായിട്ട്. സോ 2/5 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, നമ്പർ ഓഫ് ബോയ്സ് in 10A by total students in 10A. അപ്പോൾ 10Aയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 10Aയിലെ എണ്ണം മാത്രമേ എടുക്കാവുള്ളൂ. ഓക്കെ, നമുക്കിനി ബോയ്സിൻ്റെ എണ്ണം നമുക്കറിയാം. സോ 2/5 is equal to നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ് ഇവിടെ 20 ആണ്. 20 ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്കറിയത്തില്ല, ടോട്ടൽ നമുക്ക് എഴുതാം. നമുക്ക് നോക്കി ഇതിനകത്ത് ടോട്ടൽ മാത്രമേ ഉള്ളൂ, നമുക്ക് അറിയത്തില്ല, അതുള്ള ബാക്കിയെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ ടോട്ടൽ ഇങ്ങോട്ട് കൊണ്ടുവരിക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് ഇങ്ങോട്ട് വരിക, ബാക്കി ഇതിൻ്റെ അപ്പുറത്തേക്ക് പോവുക. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ മേലുള്ള താഴോട്ട് വരും, താഴെയുള്ളത് മേളിലേക്കും പോകും. അപ്പോൾ ടോട്ടൽ ഇവിടെ താഴെയാണ്, അപ്പോൾ എന്ത് വരും, ഇത് മേളിലേക്ക് പോകും. സോ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടൊന്ന് താഴെയുള്ള ഇങ്ങോട്ട് എഴുതുകയാണ്. ഫോർ ടോട്ടൽ ഈസ് ഈക്വൽ ടു ഇവിടെ മേളിൽ വന്നു അല്ലേ. അപ്പം ഇനി 2/5 അപ്പുറത്ത് പോവുക. അപ്പോൾ 2 മേളിലാണ്, അപ്പോൾ ഇവിടെ താഴെ വരും. ഇവിടുത്തെ 20 നമുക്ക് ആദ്യം എഴുതാം. ഇനി ഇവിടുത്തെ 2 താഴെ ബൈ 2, ഇവിടുത്തെ താഴെ 5 താഴെയാണ്, അവിടെ ഇൻറ്റു 5. 2/5 എന്നുള്ളത് 5/2 എന്നാവും, തിരിച്ചിടുക. സോ ഈക്വൽ ടു 2ഉം 20 പറ്റിയ 10. സോ 10 × 5 50. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ 10Aയിലെ ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്, 50 ആണ്. അപ്പോൾ നമുക്കവിടെ 50 എന്ന് എഴുതാം അല്ലേ. ഇപ്പോൾ നമുക്കറിയാം 10Aയിലും 10Bയിലും ടോട്ടൽ എത്രയാണ്, 50 ആണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ടോട്ടൽ എത്രയാണ്, 50 ആണ്. അപ്പം Aയിലും Bയിലുമുള്ള ടോട്ടൽ കുട്ടികളുടെ എണ്ണം 50 ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണം ചെയ്യാനായിട്ട്. തന്നിട്ടുണ്ടെങ്കിൽ അത് കാണാനുള്ള വഴി നോക്കുക, അവിടെ നിന്നും കണ്ടുപിടിക്കാവുന്നത് അറിയാവുന്നതിന് വില കൊടുക്കുക, എന്നിട്ട് നമുക്ക് അതിൽ നിന്നും ഇക്വേഷൻ ഫോം ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് അതിൻ്റെ ബി പാർട്ട് എന്താണ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ ഗേൾ ഫ്രം 10A. അപ്പോൾ 10Aയിൽ നിന്ന് ഗേളിനെ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ 10Aയിലെ ഗേൾസിൻ്റെ എണ്ണം മേലെ എഴുതുക, താഴെ ടോട്ടൽ എണ്ണം എഴുതുക. പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് ഫ്രം 10A. സോ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ ഗേൾ ഫ്രം 10A. ഇപ്പോൾ 10Aയിലെ ഒരു ഗേളിനെ എടുക്കാനായിട്ട് എന്ത് ചെയ്യണം, മേളിൽ നമ്മൾ ഗേൾസിൻ്റെ എണ്ണം വേണം മേളിൽ വരാനായിട്ട്. സോ നമ്പർ ഓഫ് ഗേൾസ് മേളിലും താഴെ ടോട്ടൽ എത്രയാണ്, 50 ആണ്. ഈ നമ്പർ ഓഫ് ഗേൾസ് നമുക്ക് തന്നിട്ടില്ല, പക്ഷേ നമ്പർ ഓഫ് ബോയ്സ് അറിയാം, ടോട്ടൽ അറിയാം. അപ്പം ഇതിൽ നിന്നും 20 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഗേൾസ് കിട്ടും. സോ 50ൽ 20 കുറച്ച് എത്രയാണ് കിട്ടുക, 30. 30 + 20 ആണ് 50. ഇപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് എത്ര വരും, 30. സോ 30/50. നോക്കാമെന്ന് ഇപ്പോൾ എത്ര കിട്ടും, 3/5. ഇതാണ് നമ്മുടെ ബി പാർട്ട്. ഇത്ര ഉള്ളൂ, നമുക്ക് സിമ്പിളാണ്, നോക്കി ചെയ്താൽ മതി. അടുത്തതിൻ്റെ സി എന്താണ്, ഹൗ മെനി ബോയ്സ് ആർ ദെയർ ഇൻ 10B. ഈ 10Bയിലെ ബോയ്സിൻ്റെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് ചെയ്യേണ്ടതാണ്, തന്നിട്ടുണ്ട് പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് ഫ്രം 10B ഈസ് 3/5. സോ ഇത് നമുക്ക് എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ബോയ്സ് ബൈ ടോട്ടൽ നമ്പർ നമുക്കറിയാം. അവിടുന്ന് ഇപ്പം നമ്മൾ നേരത്തെ മുമ്പ് ചെയ്തതുപോലെ ആ ബോയ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് ബോയ്സ് ഇൻ 10B ബൈ ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ 10B. അതാണ് 10Bയിൽ നിന്നും ഒരു ബോയിയെ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുക. അത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, എത്രയാണ്, ഈക്വൽ ടു 3/5 ആണ്. ഇനി ഇവിടെ നമുക്ക് അത് അറിയാവുന്ന എന്താ ഉള്ളത്, ടോട്ടൽ എണ്ണം അറിയാം. അപ്പോൾ ടോട്ടൽ എണ്ണത്തിൻ്റെ അവിടെ നമുക്ക് 50 കൊടുക്കുക. അപ്പോൾ ഇത് മാത്രമേ അറിയത്തില്ലാതുള്ളൂ, അത് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെയും ആൻസറായി. എന്തെഴുതാം, സോ നമ്പർ ഓഫ് ബോയ്സ് ഇൻ 10B ഈസ് ഈക്വൽ ടു അങ്ങനെ എഴുതാം 3/5. ഇതപ്പോൾ തോന്നുമ്പോൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, ഇനി താഴെ ആയതുകൊണ്ട് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 10B എത്രയാണ്, 50 ആണ്. സോ ഇൻറ്റു 50.
ഇവിടുത്തെ 50 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. സോ ഈക്വൽ ടു ഇനി ഇത് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 5ഉം 50 10 times 5. സോ 10 into 3 30. സോ നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ്? 10Bയിൽ 30. അപ്പോൾ നമുക്കിവിടെ 30 എഴുതാം. അപ്പോൾ ഇത് 30 ആകുമ്പോൾ ഗേൾസ് എത്ര വരും? 20 വരും. എന്നാലേ 50 ആവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സി പാർട്ടുമായി. നമുക്കതിൻ്റെ ഡി പാർട്ട് എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ദ സെലക്റ്റഡ് സ്റ്റുഡൻസ് ബീയിങ് ബോയ്സ്? ബോത്ത് സെലക്റ്റഡ് സ്റ്റുഡൻസ് ബീയിങ് ബോയ്സ് അതാണ് നമുക്ക് അടുത്തത് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യുന്നത്, നേരത്തെ നമ്മളിപ്പോഴെല്ലാം ചെയ്യുന്നത് ഒരു ഡിവിഷൻ ഓരോരുത്തർ എടുക്കുകയായിരുന്നു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഓരോ ഡിവിഷനിൽ നിന്നും ഓരോരുത്തരെ എടുക്കുകയാണ്. ഇപ്പോൾ 10Aയിൽ നിന്നും ഒരാളെ എടുത്തു, 10Bയിൽ നിന്നും ഒരാളെ എടുക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് രണ്ടുപേരും എന്ത് വേണം? ബോയ്സ് ആയി. രണ്ടുപേരും ബോയ്സ് ആയിട്ട് വരുന്നതിനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് 2 എണ്ണത്തിൽ ഓരോന്ന് എടുക്കുന്നത് കൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ടോട്ടലിനെ അവിടുത്തെ ടോട്ടൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നമുക്ക് താഴെ വരേണ്ടത്. ഇനി മേളിൽ വരേണ്ടത് ഏതാണ്? രണ്ടുപേരും ബോയ്സ് ആവണം. അപ്പോൾ ഇവിടുത്തെ ബോയും അവിടുത്തെ ബോയ്സിനെ എണ്ണം എടുക്കുക, അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടുത്തെ ബോയ്സ് 20, അവിടുത്തെ ബോയ്സ് 30. സോ 20 into 30 മേളിൽ എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വേണ്ട പ്രോബിലിറ്റി കിട്ടും. അപ്പോൾ എഴുതാം. പ്രോബിലിറ്റി ഓഫ് selecting both being boys. So probability of selecting both being boys, രണ്ടുപേരും ബോയ്സ് ആവണമെന്നുണ്ടെങ്കിൽ അതിനെന്തായിരിക്കണം? ടോട്ടൽ നമ്പർ താഴെ എഴുതണം. ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഇൻറ്റു ഇവിടുത്തെ ടോട്ടൽ. സോ 50 into 50. അതാണ് ടോട്ടൽ ഗ്രാൻഡ് ടോട്ടലായിട്ടുള്ള ഔട്ട്കംസ്. അത്രയും തരത്തിൽ നമുക്ക് എടുക്കാം. ഇനി മെയിൽ എഴുതുന്നത് എങ്ങനെയാണ്? ബോയ്സ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ബോയ്സും അവിടുത്തെ ബോയ്സിൻ്റെ എണ്ണം. ഇവിടുത്തെ ബോയ്സ് എത്രയാണ്? 20. ഇവിടുത്തെ ബോയ്സിൻ്റെ എണ്ണം 30. സോ 20 into 30. കാരണം അടുത്ത വേറെ ഏതെടുത്താലും എന്താ കിട്ടുക? ഒരു ബോയും ഒരു ഗേളെ വരത്തുള്ളൂ. കാരണം ഇവിടുത്തെ ബോയിനെ ഇവിടുത്തെ ഗേളും എടുക്കുമ്പോൾ കിട്ടും ബോയും ഗേളുമായിട്ട് മാറും. രണ്ടുപേരും ബോയ്സായിട്ട് വരണമെന്നുണ്ടെങ്കിൽ 20 into 30 തരത്തിലുള്ള ഔട്ട്കംസേ ഉള്ളൂ. ഇനി അത് എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക. അപ്പം 0യും 0യും കളയാം, 0യും 0യും കളയാം. 3 times 2 6/5 times 5 25. എത്ര കിട്ടും? 6/25. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 4 മാർക്കിൻ്റെയാണ്. ജസ്റ്റ് സിമ്പിളി ചെറിയ ചെറിയ ഫ്രാക്ഷൻസ് അത്രയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, 2 എണ്ണത്തിന് എടുക്കുമ്പോഴത്തേക്ക് അത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് നമുക്ക് വേണ്ടത്. ഒരെണ്ണത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടലാണ് താഴെ എഴുതേണ്ടത്. നമുക്ക് പിന്നെ ഏതാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ എണ്ണം മേളിൽ എഴുതുക. ഇത്ര നമുക്ക് ഓർത്തിരിക്കേണ്ടതുള്ളൂ നമ്മുടെ ഈ പ്രോബിലിറ്റിയിൽ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ഈ 3 വർഷത്തെ 2018, 2019, 2020 വർഷങ്ങളിലാണ് പ്രോബിലിറ്റിയിൽ നിന്ന് വന്നതാണ്. വളരെ എളുപ്പമുള്ള ഭാഗമാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാലും മതി. ഒത്തിരി കാൽക്കുലേഷൻ ഒന്നുമില്ല അതിനകത്ത്. ഓക്കെ, താങ്ക് യു.